ദേവസ്വം ബോർഡിന്റെ വെല്ലുവിളികളെ മറികടന്നുകൊണ്ട് ഹിന്ദു ഏകതാ സമ്മേളനത്തിന് കോട്ടയം തിരുനക്കര ക്ഷേത്രത്തിൽ തുടക്കമായി. മുൻകൂട്ടി പണമടച്ച് അനുമതി വാങ്ങിയ പരിപാടിക്കാണ് ദേവസ്വം ബോർഡ് അനുമതി നിഷേധിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, എന്തായാലും ഭക്തർക്കുടെ ഒരു വിജയം തന്നെയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. എന്തൊക്കെ പ്രതികരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്? വിഷ്ണു, അതായത് നേരത്തെ തന്നെ ഈ കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ ഹിന്ദു ഏകതാ സമ്മേളനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് തിരുനക്കര ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയം മുൻകൂറായിട്ട് ബുക്ക് ചെയ്തിരുന്നതാണ്. കൃത്യമായിട്ട് 12,000 രൂപയോളം പണം അടച്ചതിന് ശേഷം ദേവസ്വം ബോർഡിൽ നിന്നും കൃത്യമായിട്ട് നിയമപ്രകാരം തന്നെ അത് പരിപാടി നടത്താൻ വേണ്ടി അനുമതി സംഘാടകർ വാങ്ങിയിരുന്നതാണ്. എന്നാൽ ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നും പരിപാടി നടത്താൻ സാധിക്കില്ല, എതിർപ്പുണ്ട് എന്നറിയിച്ചുകൊണ്ട് ഈ കത്ത് ലഭിച്ചതായിട്ടുള്ള വിവരം പുറത്തു വരുന്നത്. എന്തായാലും അതിനുശേഷം പരിപാടി കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് തന്നെ നടത്തും എന്നുള്ള ഒരു നിലപാട് സംഘാടകർ എടുക്കുകയായിരുന്നു. എന്തായാലും 4 മണിക്കാണ് പരിപാടി തുടങ്ങാൻ തീരുമാനിച്ചിരുന്നത്. 4 മണിക്ക് തന്നെ കൃത്യമായിട്ട് ഇപ്പോൾ പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ക്ഷേത്രീയ കാര്യവാഹമായിട്ടുള്ള എം രാധാകൃഷ്ണനാണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. ഒപ്പം വിവിധ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിലെ നിരവധി പ്രമുഖരും ഒപ്പം ഈ പൊതുജനങ്ങളായിട്ടുള്ള ആളുകളും ഈ പരിപാടിയിൽ ധാരാളമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. വലിയ സംഖ്യയിൽ തന്നെ ഒരു വലിയ പരിപാടിയെ തന്നെ ആ പരിപാടി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതുവരെയും എതിർപ്പുകളൊന്നും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പരിപാടി തുടങ്ങിയതിനു ശേഷം ഒരു എതിർപ്പുകളും ഉണ്ടായിട്ടില്ല. ഇതിനു ശേഷം എന്തെങ്കിലും നിയമപരമായിട്ടുള്ള നടപടി ഉണ്ടാകുകയാണെങ്കിൽ നിയമപരമായി തന്നെ അതിനെ നേരിടുമെന്നുള്ളത് തന്നെയാണ് സംഘാടകർ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇവരോട് സംഘാടകർ പറയുന്നതനുസരിച്ച് മറ്റ് എതിർപ്പുകളൊന്നും അല്ലെങ്കിൽ ഒരു അതിക്രമിച്ച് കടന്നുള്ള ഒരു പരിപാടിയൊന്നും ആയിരുന്നില്ല. ഇത് കൃത്യമായിട്ട് നിയമപ്രകാരം തന്നെയാണ് തങ്ങൾ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തങ്ങളെ തടയുവാനായിട്ട് ഇവിടെ ആരുമില്ലായിരുന്നു. ഇന്നലെ ഇത്തരത്തിലൊരു കത്ത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ അല്ലാതെ മറ്റു രീതിയിൽ അതിക്രമിച്ച് കിടക്കുന്ന രീതിയിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല തങ്ങളുടെ ഭാഗത്തു നിന്നും. നിയമപ്രകാരം തന്നെയാണ് അത് കൃത്യമായിട്ട് അനുമതി വാങ്ങിയ ശേഷം ആ രീതിയിൽ തന്നെയാണ് പരിപാടി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പരിപാടി പൂർണ്ണ വിജയകരമായി തന്നെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.